എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒക്കെയാണ്. കയറുണ്ടോ അല്ലേ? ചെറിയ വഴി വെറുതെ കുളിസീൻ എടുക്കണ്ടത്. ചാമുണ്ടി ദേവി ഊർ പെരിങ്കടാവള മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിലേക്കാണ്. പോങ്ങുമൂട് പുന്നാവൂർ റൂട്ടാണിത്. നേരെ ചെല്ലുന്നത് കീഴാവൂറാണ്. അച്ഛൻ്റെ കുടുംബക്ഷേത്രമുണ്ട്, അവിടേക്ക് പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല കിടിലം ഒരു വ്യൂ ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഫുള്ളും കാട് പോലെയാണത്. ഈ പാലം കാണുന്നില്ല, ഇവിടെ ഒരു എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്, അരുവിക്കര എക്സൈസ് ചെക്ക് പോസ്റ്റ്. നമ്മൾ നിൽക്കുന്ന ഒരു കാട്ടിൻ്റെ ഇടയ്ക്കാണ്. അമ്പലത്തിൽ പൂജയ്ക്കായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞ് ആറൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നല്ല രസം, കാണിച്ചു തരാമേ. ബാ നമുക്ക് വാ, ബാ ബാ ബാ, ഫോളോമി ഫോളോമി. നോക്ക്, ഇത് അരുവിക്കര എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത്. ഈ വെള്ളമൊക്കെ പോകുന്നത് ചിലപ്പോൾ അരുവിക്കരയിലേക്കായിരിക്കും. മീൻ പിടിക്കുവാണോ? മീൻ പിടിക്കുവാണോ? വരുന്നുണ്ടോ അവിടെ? ഇത് എവിടെ ചെന്ന് കയറുണ്ടോ അല്ലേ? നമ്മളിങ്ങനെ മോളിൽ ഒരു എന്ത് ഭംഗിയാ മറ്റേ വെള്ളവും ആ ഇല ഇങ്ങനെ വീണ് കിടക്കണം വെള്ളത്തിൽ. ഇതുവഴി കയറി പോകാൻ പോയി, പക്ഷെ അവിടെ കാടാണ് ഗൈസ്. പണ്ട് നല്ല വ്യൂ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി. ഞാനിവിടെ വഴി തപ്പി നടക്കുകയാണ്, ഏതിലേക്കൂടെ പോയാൽ ഏതിലേ എത്തും. പക്ഷെ ഇവിടെ കുറച്ച് വഴി കണ്ടു, മുമ്പ് ചെറിയ വഴി, അഴുക്ക വെള്ളം. ഇനി മുകളിലോട്ട് കയറി പോവാ, അമ്പലത്തിന്റെ അങ്ങോട്ട് പോവാം. ഒരു കയറ്റമുണ്ട് ചെറിയ, അതിൽ കയറി അങ്ങ് പോവാ. ഞാൻ വന്നു. അവിടെ ആരൊക്കെ കുളിക്കുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വെറുതെ കുളിസീൻ എടുക്കണ്ടത്. നമ്മൾ ഈ കയറ്റം കയറി മേളിൽ ചെല്ലണം. ആഹാ എന്താ ഭംഗി. സോ ഇതാണ് കുടുംബക്ഷേത്രം ചാമുണ്ടി ദേവി. അപ്പൊ ചേട്ടാ 18-ാം പടി കയറിക്കോളൂ. ചേട്ടാ ഈ അമ്പലം ശരിയാക്കിയിട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ കയറിക്കോളൂ. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. നല്ല ചീവീടിന്റെ സൗണ്ട് ഇങ്ങനെ കേക്കാം. അല്ല നിനക്ക് ഉറങ്ങുമല്ലായിരുന്നു അത്ര ചായ കുടിക്കാൻ നമ്മളെ കൊണ്ടുപോകും. സോ ഗൈസ്, നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ജംഗ്ഷനിലെത്തി. കീഴാവൂർ പെരിങ്കടാവള പോങ്ങുമൂട്. നാട്ടിൻപുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ തട്ടുകളിൽ നിന്ന് ചായ കുടിക്കുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇവന് ബൂസ്റ്റ്, ഇവനൊരു ഗോസ്റ്റ്. അത് കണ്ടുപിടിക്കും. ഇത്രയും നേരം തപ്പിയിട്ട് എന്ത് കഴിക്കാൻ പറ്റും നോക്കിയില്ലേ? കഴിക്കാൻ എന്തൊക്കെ ബോണ്ടയാണ് മധുര ബോണ്ട. എപ്പടി നമ്മുടെ ചായ റെഡിയാവണേ ഉള്ളൂ ഗൈസ്. ചൂട് ചൂട് ചേട്ടാ ഒന്ന് പിടിച്ചു. അങ്ങനെ നമ്മളെ നാട്ടിൻ പുറത്ത് സ്ഥലത്ത് നിന്ന് ചായ കുടിക്കണ എന്താ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, പ്രസാദം കിട്ടി. നല്ല മഴയാണ് പുറത്ത്. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.